മുൻ കരസേനാ മേധാവി എം നർവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. കാരവാൻ മാഗസിനിലെ ലേഖനം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നും സഭയിൽ ഉന്നയിച്ചു. The relationship between us and the Chinese and the Pakistanis. There is a very important matter that is quoted inside this article that I have authenticated, which speaks about the reaction of the Prime Minister and... Sir, I'm once again... No. Please. No, sir. One second. Sir, No. please continue with your speech. We are waiting. But please avoid referring to a matter which has been settled. Sir, Honorable Parliamentary Affairs Minister is trying to mislead the House. Of course, he called us, me and Gaurav Gogoi. Sir, please. Sir, Because Parliamentary Affairs Minister when Honorable quoted me. LOP is standing... Yes, he quoted me. Sir, when Honorable That's why LOP is standing... I want to give a clarification. When Honorable on that. LOP is standing, you are Please allow me speaking. to give a clarification, sir. No. Please allow me. Please, Mr. Venugopal, kindly be seated once again. No, listen. No. Please listen. What did you say just now? What is this yar? This is Parliament. This is Lok Sabha. You can't address the chair. You cannot address the chair with yar. What is this yar? No, you cannot address the chair by saying yar. No. Please take back your words. You can't say chair yar. No. എന്നാൽ ചെയർ ഇത് തടഞ്ഞതോടെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷാംഗങ്ങൾ ചെയറിന് നേരെ പേപ്പറുകൾ എറിഞ്ഞു. ഹൈബി ഈഡൻ MP ഉൾപ്പെടെ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി. സ്പീക്കർ റൂളിംഗ് നൽകിയ അതേ രേഖകൾ ഇന്ന് വീണ്ടും ഉദ്ധരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം. Today also I had requested both Venugopal ji and Gaurav ji also. We are patiently waiting to listen to the Honorable Leader of the Opposition. The matter which was referred to just now, yesterday the chair has given a ruling. On the paper on which he has authenticated, there is table in the House. But what I'm saying is, when a ruling has already been given on a matter which he referred yesterday, he can't be quoting same matter again in a pretext of making a reference indirectly. He cannot refer on the same matter. Please continue with your speech. We are waiting. But please avoid referring to a matter which has been settled. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ പ്രതിഷേധത്തിൽ കോൺഗ്രസ് MPമാർക്ക് സസ്പെൻഷൻ എന്ന വാർത്തയാണ് വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹൈബി ഈഡൻ ഉൾപ്പെടെ മാണിക്യം ടാഗോർ ഉൾപ്പെടെ 6 പേർക്കാണ് 6 പ്രതിപക്ഷ MPമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇന്നും തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭയിൽ. അതിൽ തുടർന്ന് ഇന്നത്തെ പ്രതിപക്ഷ പ്രതിഷേധം അല്പം കൂടി കടന്നിരുന്നു. സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പറുകൾ വലിച്ചെറിയുന്ന പ്രതിപക്ഷാംഗങ്ങളെ നമ്മൾ കണ്ടു. അതിനുശേഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ ചെയറിലടക്കം കയറുന്ന അത്തരം രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് പോയിരുന്നു. ഇപ്പോഴിതാ ലോക്സഭയിൽ നിന്ന് നടപടി വന്നിരിക്കുന്നു. 6 കോൺഗ്രസ് MPമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഹൈബി ഈഡനും മാണിക്യം ടാഗോറും ഉൾപ്പെടെയുള്ള 6 പേർക്കാണ് സസ്പെൻഷൻ. ബൽറാം നെടുങ്ങാട് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഇന്നലെയും ചൈന എന്ന് കേട്ടപ്പോൾ പ്രശ്നമായിരുന്നു. ഇന്നും ചൈന എന്ന് പ്രതിപക്ഷ നേതാവ് ഉച്ചരിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ഭരണപക്ഷ നിരയിൽ നിന്ന് ഉയർന്നത്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നിരയിലുള്ള 6 MPമാർക്ക് സസ്പെൻഷൻ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കടുത്ത പ്രതിഷേധത്തിനാണ് സഭാതലം ഇന്നും ഇന്നലെയും സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 6 കോൺഗ്രസ് MPമാർക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. 6 കോൺഗ്രസ് ലോക്സഭാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സ്പീക്കർ എന്നുള്ളതാണ്. ഹൈബി ഈഡൻ, ഒപ്പം തന്നെ അമരീന്ദർ സിംഗ് രാജാവാറിംഗ്, മാണിക്യം ടാഗോർ അടക്കമുള്ള കോൺഗ്രസിന്റെ 6 അംഗങ്ങൾക്ക് എതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രിയുടെ അപേക്ഷ അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയർ ഈ നടപടി എടുത്തിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും ചെയറിന് നേരെ പേപ്പറുകൾ വലിച്ചെറിയുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് MPമാർക്ക് എതിരായ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന് ഇതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ലോക്സഭയിൽ ഇന്നും സാക്ഷ്യം വഹിച്ചത്.
രാവിലെ ഈ പ്രതിഷേധം ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് സ്പീക്കർ സമവായ ചർച്ച നടത്തുകയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പുനരാരംഭിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാനായി ചെയർ ക്ഷണിച്ചു. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാന തടസ്സമായി ഉന്നയിച്ചത് പ്രസിദ്ധീകരിക്കാത്ത അല്ലെങ്കിൽ ആധികാരികവൽക്കരിക്കാത്ത രേഖകൾ ഉപയോഗിച്ച് സംസാരിക്കാനാകില്ല എന്നായിരുന്നു ഭരണപക്ഷത്തെ മുതിർന്ന 3 മന്ത്രിമാർ ഉന്നയിച്ച തടസ്സവാദം. ഇന്ന് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ തന്നെ കാരവൻ മാഗസിനിലെ ആ ലേഖനം അത് സ്പീക്കർക്ക് ഓതന്റിക്കേറ്റ് ചെയ്യുന്നതിനായി നൽകി. തുടർന്നാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. തുടർന്ന് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തടസ്സവാദവുമായി എഴുന്നേൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്പീക്കർ റൂളിംഗ് നൽകിയ വിഷയം വീണ്ടും ഉന്നയിക്കരുത് എന്നായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രിയുടെ തടസ്സവാദം എന്നുള്ളത്. അത് ചെയറിലുണ്ടായിരുന്ന സ്പീക്കർ അംഗീകരിച്ചു. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ആഗോള സാഹചര്യങ്ങളെ അദ്ദേഹം വിശദീകരിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ വീണ്ടും തടസ്സപ്പെടുത്തുകയാണ് ഭരണപക്ഷം ഉണ്ടായത്. തുടർന്ന് സ്പീക്കർ നടത്തിയ പരാമർശം രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ള പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. താൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, തനിക്ക് സംസാരിക്കാൻ ആരുടെയും അനുമതി വേണ്ട എന്നും സ്പീക്കറുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ പ്രയോഗത്തിൽ തെറ്റുണ്ട് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം പിന്നീട് അദ്ദേഹം ആഗോളതലത്തിൽ തന്നെ ചൈനയും US തമ്മിലുള്ള സംഘർഷമാണ് പ്രധാന വിഷയമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധം ഉയരുകയായിരുന്നു. ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്നു ഭരണപക്ഷത്തിന് എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. തുടർന്ന് പിന്നീട് രാഹുൽ അടുത്ത വരി സംസാരിച്ചപ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്നും വലിയ പ്രതിഷേധമുയർന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചാണ് തനിക്ക് സംസാരിക്കാനുള്ളത് എന്ന രാഹുലിന്റെ രണ്ടാമത്തെ വാചകം പൂർത്തിയാക്കും മുമ്പ് തന്നെ ഭരണപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് രാഹുലിന് പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്ത് എത്തിയത്. തുടർന്ന് ബഹളമുണ്ടായ ഘട്ടത്തിൽ രാഹുലിന് സംസാരിക്കാൻ അവസരം നിഷേധിച്ച് ചെയർ പിന്നീട് അടുത്ത MP-യെ സംസാരിക്കാനായി ക്ഷണിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങുകയും പേപ്പറുകൾ സ്പീക്കർക്ക് നേരെ വലിച്ചെറിയുകയും ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും പ്രതിഷേധിച്ചത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ പേരിലാണ് ഇപ്പോൾ 6 കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. ലോക്സഭയിൽ നിന്നും പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധി നേരത്തെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. രാജ്യത്തെ കർഷകരുടെ വിയർപ്പും രക്തവും പ്രധാനമന്ത്രി വിറ്റു എന്നും രാജ്യ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നും ഒപ്പം തന്നെ ഈ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് എതിരായ എപ്സ്റ്റീൻ ഫയലുകൾ ഒപ്പം തന്നെ അദാനിക്കെതിരായ കേസ് എന്നിവ കാണിച്ചുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നുമുള്ള ഗുരുതര ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സഭയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകുമെന്നും ഒപ്പം തന്നെ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തും എന്നും സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് കടുത്ത പ്രതിഷേധത്തിന് സഭാതലം വേദിയായിരിക്കുന്നത്. ബൽറാം, രാവിലെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധവും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അല്പസമയത്തിനകം തന്നെ ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഒറ്റുകൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരോപിക്കുന്നുണ്ട്. ഒപ്പം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ആദ്യം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ബലമുണ്ട്, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ബലമുണ്ട്. സർക്കാരിന്റെ വിശദീകരണം എന്താണ്? എപ്പോഴേക്ക് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം? ദില്ല നേരത്തെ അറിയിച്ചിരുന്നത് 3 മണിക്ക് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തും എന്നുള്ളതാണ്. എന്നാൽ അതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ സംസാരം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കും തുടർന്ന് 6 അംഗങ്ങൾക്കുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം തന്നെ പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന ലോക്സഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദില്ല് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വിഷയം സർക്കാരിനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഈ
ഈ കാര്യം, ഈ കരാർ സംബന്ധിച്ച് അല്ലെങ്കിൽ കരാർ സംബന്ധിച്ചുള്ള ധാരണ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയിലെ US അംബാസിഡറാണ്. തൊട്ടു പിന്നാലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ കരാർ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ധാരണ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ. അതിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ, ഇന്ത്യൻ താല്പര്യങ്ങളെ ബാധിച്ചേക്കാവുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18% ഈ തീരുവ കുറച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ബാധിക്കുന്ന ചിലത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി പാടെ നിർത്തിക്കൊണ്ട് US-ൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ ഇറക്കുമതി ചെയ്യാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും, US-ൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അത് കാർഷികോൽപ്പന്നങ്ങൾ അടക്കമുള്ളവ എന്ന് പിന്നീട് US കാർഷിക വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം ഇന്ത്യയിലേക്ക് 0 തീരുവയിൽ ഇറക്കുമതി ചെയ്യും എന്ന് ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ അത് ഇന്ത്യയുടെ കാർഷിക താല്പര്യങ്ങളെ ബാധിക്കുന്നതാണ്. പ്രധാനമായും ചോളം, ഒപ്പം തന്നെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ കരാറിൽ ഉൾപ്പെടുന്നതിൽ ഇന്ത്യയിലെ കർഷക സംഘടനകൾ ആശങ്ക നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ ഉണ്ടായി എന്നുള്ളത് പോലും അക്കാര്യത്തിലൊരു വിശദീകരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മൗനം തുടരുകയാണ്. എന്നാൽ എല്ലാവരും തന്നെ ട്രംപിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായിക്കൊണ്ട് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ US പ്രസിഡന്റാണോ ആദ്യ പ്രസ്താവന നടത്തേണ്ടത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചത്. ഒപ്പം തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്താനുള്ള തീരുമാനം രാജ്യം എടുത്തിട്ടുണ്ടോ? അക്കാര്യത്തിൽ എന്താണ് തീരുമാനം? US-ൽ നിന്നും വെനസ്വേലയിൽ നിന്നും മാത്രം ഇനി എണ്ണ ഇറക്കുമതി ചെയ്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം. ഒപ്പം US-ൽ നിന്നും $500 മില്യൺ ഉൽപ്പന്നങ്ങൾ 5 വർഷവും അടുത്ത 5 വർഷം ഇറക്കുമതി ചെയ്യാമെന്ന ഉറപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് കാർഷികോൽപ്പന്നങ്ങളടക്കം മുള്ള US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തീരുവ ഘട്ടം ഘട്ടമായി 0 മാറ്റും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾ. ഇത് സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇന്ന് ലോക്സഭയിൽ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസുകളെല്ലാം തള്ളുകയാണ് ഉണ്ടായത്. എങ്കിൽ പോലും പ്രതിപക്ഷ പ്രതിഷേധം, ഈ ഒരു പ്രതിഷേധത്തിന് മുന്നിൽ എന്തായാലും സർക്കാർ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാർ വഴങ്ങാൻ തയ്യാറായിരിക്കുന്നു. തുടർന്നാണ് ഇന്ന് പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തുമെന്ന് ലോക്സഭാ സ്പീക്കർ സമവായ യോഗം വിളിച്ച് പ്രതിപക്ഷ നേതാക്കളെ അറിയിച്ചത്. സമാനമായി തന്നെ രാജ്യസഭയിലും പ്രതിഷേധം ഉണ്ടായി ഇന്ന് ശൂന്യവേളയ്ക്ക് പിന്നാലെ. ആ ഒരു ഘട്ടത്തിൽ സഭാ നേതാവ് JP നദ്ദ എഴുന്നേറ്റ് സർക്കാർ പൂർണ്ണമായും വിശദീകരണം നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. നാളെ പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ വിശദീകരണം നൽകും, പ്രസ്താവന നടത്തുമെന്നാണ് JP നദ്ദ രാജ്യസഭയെ അറിയിച്ചത്. എന്തായാലും അതിനിടെയാണ് ലോക്സഭയിൽ ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങളും 6 കോൺഗ്രസ് അംഗങ്ങൾക്ക് എതിരായ സസ്പെൻഷൻ നടപടികളും ഉണ്ടായിരിക്കുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.